ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കടുത്ത വാദപ്രതിവാദം. നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ സ്കൂളിൽ BJP സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷം വിവാദത്തിൽ. കേന്ദ്രമന്ത്രി പങ്കെടുത്ത പരിസ്ഥിതി ദിനാഘോഷ പരിപാടി നിയമവിരുദ്ധമെന്ന് CPM. മലപ്പുറത്ത് വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശികളായ 3 പേർക്ക് ദാരുണാന്ത്യം. പന്നിത്തടം സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. താമരക്കുളം തൊട്ടപ്പുള്ളി ക്ഷേത്രത്തിലെ ശാന്തി മണികണ്ഠനാണ് മരിച്ചത്. കുന്നംകുളത്ത് ഷീറ്റ് മഞ്ഞ മേൽക്കൂര വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പോർക്കളങ്ങാട് സ്വദേശി നിഷാദാണ് മരിച്ചത്. KICBക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. എരുമപ്പെട്ടിയിൽ ഇലക്ട്രിക് വർക്ക്ഷോപ്പിൽ തീപിടുത്തം. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനയെ തുരത്തിയത് നാട്ടുകാർ ബഹളം വെച്ചു. വാർത്തകളിലേക്ക് വിശദമായി. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കടുത്ത വാദപ്രതിവാദവും ബഹളവും. 1 മണിക്കൂറിലധികം നീണ്ട പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കൊടുവിൽ ഫുട്ബോൾ ആരാധകർക്കായി ഇത്തവണയും ഗുരുവായൂർ ടൗൺ ഹാളിൽ ബിഗ് സ്ക്രീനിൽ ലോകകപ്പ് മത്സരം പ്രദർശിപ്പിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. കൗൺസിലിന്റെ അജണ്ടകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ബിഗ് സ്ക്രീൻ പ്രദർശനത്തിനെതിരെ UDF നൽകിയ കത്തുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം ചർച്ചയ്ക്ക് തുടക്കമിട്ടതാണ് ബഹളത്തിന് കാരണമായത്. അജണ്ടയിലില്ലാത്ത വിഷയം ഉന്നയിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് UDF BJP അംഗങ്ങൾ ആരോപിച്ചു. കോൺഗ്രസിലെ ആൻഡോ തോമസാണ് കത്ത് നൽകിയതെന്ന് ഭരണപക്ഷം സംശയം പ്രകടിപ്പിച്ചുവെങ്കിലും താൻ അങ്ങനെയൊരു കത്ത് നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദന്റെ നിർദ്ദേശപ്രകാരം ക്ലാർക്ക് കത്ത് വായിച്ചപ്പോഴാണ് അത് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് നൽകിയതാണെന്ന് വ്യക്തമായത്. ഇതോടെ ആൻഡോ തോമസിനെതിരായ തെറ്റായ പരാമർശം നടത്തിയതിന് ചെയർമാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബഷീർ പൂക്കോടിന്റെ നേതൃത്വത്തിൽ UDF അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി. പിന്നാലെ ഭരണപക്ഷവും നടുത്തളത്തിലിറങ്ങിയതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചു. BJPയിലെ ശോഭാ ഹരിനാരായണൻ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയും ഭരണപക്ഷവുമായി തർക്കമുണ്ടായി. ഗുരുവായൂർ ഫുട്ബോൾ അക്കാദമി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയുമായി സഹകരിച്ച് ബിഗ് സ്ക്രീൻ പ്രദർശനം നടത്താൻ തീരുമാനിച്ചത് എന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രദർശനവുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്നും ഇതിനായി നേരിട്ട് സ്വാഗത സംഘം വിളിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചതോടെയാണ് തർക്കങ്ങൾക്ക് സമവായമുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ബിഗ് സ്ക്രീൻ വിവാദവുമായി ബന്ധപ്പെട്ട പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടവർ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല. തങ്ങളെ കയ്യേറ്റം ചെയ്തതായി നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ നൽകിയ പരാതിയിൽ പ്രതികളായ CPM കൗൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി എന്നിവരാണ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. ഇവർക്കെതിരെ പരാതി നൽകിയ സെക്രട്ടറി അഭിലാഷ് കുമാറും കൗൺസിലിൽ ഉണ്ടായിരുന്നില്ല. TCV ഗുരുവായൂർ. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാറിനെ കയ്യേറ്റം ചെയ്ത കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് K. കാളിദാസ്, ജില്ലാ സെക്രട്ടറിമാരായ യദു കൃഷ്ണൻ, അജിത് മുതുവട്ടൂർ, മണ്ഡലം പ്രസിഡന്റ് ഗൗതം രവി എന്നിവരാണ് അറസ്റ്റിലായത്. നഗരസഭയിൽ കൗൺസിൽ യോഗം നടക്കുന്നതിനിടയിലാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചെത്തിയത്. ഗേറ്റിന് മുന്നിൽ പോലീസ് ഇവരെ തടഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൗൺസിൽ കഴിഞ്ഞതിനു ശേഷം ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. കൗൺസിൽ കഴിയുന്നതുവരെ നഗരസഭാ ഓഫീസിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. BJP തൃശൂർ ജില്ലാ നോർത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു.
വൃക്ഷത്തൈക്ക് രാധ എന്ന് പേര് നൽകി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, പ്രധാന അധ്യാപിക ജൂലിയറ്റ് കെ അപ്പുക്കുട്ടൻ, പ്രിൻസിപ്പൽ എം ജയശ്രീ, PTA പ്രസിഡന്റ് AV റൈനസ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ, നോർത്ത് ജില്ലാ പ്രസിഡന്റ് C നിവേദിത, കൗൺസിലർ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം സ്കൂളിൽ BJP നടത്തിയ പരിസ്ഥിതി ദിനാഘോഷം നിയമവിരുദ്ധമെന്നും വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പരിപാടികൾ നടത്തരുതെന്നുള്ള നിയമം മറികടന്നാണ് BJP പരിപാടി നടത്തിയതെന്നും CPM ആരോപിച്ചു. BJP പരിപാടിയാണ് സംഘടിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് പ്രധാന അധ്യാപിക ജൂലിയറ്റ് കെ അപ്പുക്കുട്ടൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിന്നൂരിലുണ്ടായ വാഹനാപകടത്തിൽ പന്നിത്തടം സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഫിദ്, ഭാര്യ ഷഹീന, ഇവരുടെ ബന്ധു ആലങ്കോട് സ്വദേശി ജഹാന എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പ്രവാസിയായ ഷാഫിദ് 2 ആഴ്ച മുൻപാണ് നാട്ടിലെത്തിയത്. വ്യാഴാഴ്ച രാവിലെയാണ് ബന്ധുക്കളോടൊത്ത് 2 കാറുകളിലായി വിനോദയാത്രയ്ക്ക് പോയത്. കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ട് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. കാർ പൂർണ്ണമായും തകർന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവരുടെ മക്കൾ ബന്ധുക്കളോടൊപ്പം മറ്റൊരു കാറിലായിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വെള്ളാങ്കല്ലൂർ കാരുമാത്ര ബ്ലാഹിയിലില്ലത്ത് മണികണ്ഠനാണ് മരിച്ചത്. ശ്രീനാരായണപുരം താമരക്കുളം തൊട്ടപ്പള്ളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ മണികണ്ഠൻ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങും വഴിയായിരുന്നു അപകടം. റോഡരികിലെ വാഗമരം കടപുഴകി സ്കൂട്ടറിന് മുകളിൽ വീഴുകയായിരുന്നു. ശ്രീനാരായണപുരം പോഴങ്കാവിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ച സംഭവത്തിന് കാരണം അധികൃതരുടെ നിസ്സംഗതയും ചിലരുടെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനവുമാണെന്ന് ആരോപണം. മരണത്തിനിടയാക്കിയ തണൽ മരം ചിലർ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപകടാവസ്ഥയിലായ മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരനായ M കരുണാകരൻ മാസങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. കുന്നംകുളത്ത് ഷീറ്റ് മേഞ്ഞ മേൽക്കൂര വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. KSEBിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. പോർക്കളങ്ങാട് സ്വദേശി ആലിക്കൽ വീട്ടിൽ നിഷാദാണ് ഷോക്കേറ്റ് മരിച്ചത്. പോർക്കളങ്ങാട് ക്ഷേത്രത്തിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര വൃത്തിയാക്കുന്നതിനിടെ നിഷാദിന് വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് നിഷാദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ക്ഷേത്രത്തോട് ചേർന്നുള്ള വീട്ടിലേക്ക് പോകുന്ന സർവീസ് വയർ ക്ഷേത്രത്തിലെ ഷീറ്റിൽ തട്ടി നിന്നിരുന്നു. ഇതിൽ നിന്നാണ് നിഷാദിന് ഷോക്കേറ്റതെന്ന് കരുതുന്നു. അശാസ്ത്രീയമായ രീതിയിലാണ് സർവീസ് വയർ കടന്നു പോകുന്നതെന്നും KSEBിയുടെ ഗുരുതരമായ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. എരുമപ്പെട്ടിയിൽ ഇലക്ട്രിക് വർക്ക്ഷോപ്പിൽ തീപിടുത്തം. വെള്ളിയാഴ്ച പുലർച്ചെ 1:30ഓടെയാണ് തീപിടുത്തമുണ്ടായത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ ITC റോഡിൽ പ്രവർത്തിക്കുന്ന പാറയ്ക്കൽ ഇലക്ട്രിക് വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. അടച്ചിട്ടിരുന്ന ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. പുകയും തീയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ ഉടമയെ വിവരം അറിയിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഷോപ്പിലെ വൈദ്യുതി ലൈനിൽ വന്ന ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. റിപ്പയറിംഗ് കഴിഞ്ഞ് സൂക്ഷിച്ചിരുന്ന മോട്ടോറുകൾ, മിക്സികൾ, ഫാനുകൾ ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി സ്ഥാപനമുടമ പറഞ്ഞു. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാട്ടാനിറങ്ങിയത്.
നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് കാട്ടാന വനത്തിലേക്ക് കയറിപ്പോയെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തി. സമീപത്തുള്ള വീടുകളിലെ വാഴ, തെങ്ങ് എന്നിവ നശിപ്പിച്ചു. വ്യാസൻ എന്ന ആളുടെ വീടിന്റെ മുന്നിലുള്ള പറമ്പിൽ കയറി ചക്കയും മാങ്ങയും തിന്നാനും ശ്രമം നടത്തി. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് സൂപ്പർവൈസർക്ക് ഗുരുതര പരിക്ക്. ടാറ്റ ടി എസ്റ്റേറ്റ് സൂപ്പർവൈസർ ജയറാമനെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. ഇയാളെ വാൽപ്പാറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രധാന പ്രതി പിടിയിൽ. മുളങ്ങുന്നത്താവ് കണ്ണഞ്ചേരി വീട്ടിൽ സുബിനെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പാർലിക്കാട് സ്വദേശിക്ക് തിരുവനന്തപുരത്ത് ISROയിൽ സൂപ്പർവൈസർ തസ്തികയിൽ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 5,50,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. തട്ടിപ്പിന് കൂട്ടുനിന്ന തിരുവനന്തപുരം സ്വദേശികളെ ദമ്പതികളെ വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രശാന്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോബിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സഗുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മഴ കനത്തതോടെ കയ്പമംഗലത്ത് ദേശീയപാത സർവീസ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാകുന്നു. ചന്ദ്രാപ്പിന്നി, കാളമുറി, വഴിയമ്പലം എന്നിവിടങ്ങളിൽ സർവീസ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടു. കുഴികളിൽ വെള്ളക്കെട്ടായതോടെ യാത്രക്കാർക്ക് കുഴികൾ തിരിച്ചറിയാൻ കഴിയാതെ അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ബൈക്ക് യാത്രക്കാർ കുഴികളിൽ വീഴുന്നത് പതിവാണ്. കാളമുറി പടിഞ്ഞാറെ സർവീസ് റോഡിൽ കുഴികളിൽ വീഴാതിരിക്കാൻ നാട്ടുകാർ കുഴിക്കരികിൽ വലിയ ഡ്രം കൊണ്ടുവച്ചിരിക്കുകയാണ്. വെങ്കിടങ്ങ് പഞ്ചായത്തിന് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. വെങ്കിടങ്ങ് കണ്ണോത്ത് സ്വദേശി പുഴുങ്ങരയില്ലത്ത് ബഷീർ, ബൈക്ക് യാത്രക്കാരായ വെങ്കിടങ്ങ് KCB ജീവനക്കാരൻ സജീവ്, തോംസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും തീരദേശ പരിസ്ഥിതി വെല്ലുവിളികളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂരിലെ പുഴയോരങ്ങളിലെ കണ്ടൽക്കാടുകൾ പ്രകൃതിയുടെ ശക്തമായ പ്രതിരോധ മതിലായി മാറുകയാണ്. ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ ഈ കണ്ടൽ വനങ്ങൾ പ്രദേശത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. പെരിയാറിന്റെയും കനോലി കനാലിന്റെയും സമീപ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കണ്ടൽക്കാടുകൾ നിരവധി മത്സ്യങ്ങളുടെയും ചെമ്മീനുകളുടെയും ഞണ്ടുകളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. വിവിധ പക്ഷിവർഗങ്ങൾക്കും ഇവ സുരക്ഷിത ആവാസ വ്യവസ്ഥ ഒരുക്കുന്നു. തീരശോഷണം കുറയ്ക്കുന്നതിലും വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം നിയന്ത്രിക്കുന്നതിലും കണ്ടൽക്കാടുകൾ വലിയ പങ്ക് വഹിക്കുന്നതായി പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും ഇവ സഹായിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുറ്റിച്ചെടിയും കുറ്റിക്കാടൊക്കെയാണ്. പക്ഷേ ഈ കണ്ടൽക്കാടിൻ്റെ പ്രാധാന്യവും അതുപോലെ പ്രസക്തിയും തിരിച്ചറിയുമ്പോഴാണ് ഇത് എത്ര വലിയ സേവനമാണ് നമ്മുടെ നാടിന് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത്. ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയൊക്കെ നിലനിർത്തിപ്പോണ്ടത് നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറെ പ്രയോജനം ചെയ്യും. ഗുണപരമായൊരു കാര്യമാണ്. ഇതിൻ്റെ മണ്ണൊലിപ്പും അതുപോലെ തന്നെ ചെറിയ ചെറിയ കിളികളും അതുപോലെ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ കൂടുകൂട്ടാനും ഇതിൻ്റെ മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിനൊക്കെ ഇത് ഏറെ പ്രയോജനം ചെയ്യും. ഈ പരിസ്ഥിതി ദിനത്തിൽ ഗുണപരമായിട്ട് വരാനിരിക്കുന്ന ആളുകളിലേക്ക് എത്തുന്നതിന്, ജനങ്ങൾക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നല്ല നല്ല പദ്ധതികൾ ആവിഷ്കരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പ്രകൃതിയോടൊപ്പം നിലനിൽക്കുന്ന വികസനത്തിന്റെ മികച്ച മാതൃകയായി കൊടുങ്ങല്ലൂരിലെ പുഴയോരങ്ങളിലെ കണ്ടൽ വനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹരിത സമ്പത്ത് സംരക്ഷിക്കുകയും വരും തലമുറകൾക്കായി നിലനിർത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ലോക പരിസ്ഥിതി ദിനം ഓർമ്മിപ്പിക്കുന്നത്. TCB ന്യൂസ്, കൊടുങ്ങല്ലൂർ. തിരുവല്ലോമലയിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ പച്ചപ്പുള്ള ഒരു വലിയ ഓർമ്മ അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നു. 4 നൂറ്റാണ്ട് മുൻപ് കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി ഉദ്ഘാടനം ചെയ്ത നാടൻ മാന്തോപ്പ് പദ്ധതിയാണ് പൂർണ്ണമായും നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. കേരളത്തിലെ നാടൻ മാവിനങ്ങളെ സംരക്ഷിക്കുക, പ്രകൃതിയെ വരും തലമുറയ്ക്കായി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഒരു കാലത്ത് നാടിന്റെ അഭിമാനമായിരുന്നു ഈ പദ്ധതി. എന്നാൽ തുടക്കത്തിലെ ആവേശം കഴിഞ്ഞതോടെ അധികൃതർ പദ്ധതിയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. വേണ്ടത്ര സംരക്ഷണമില്ലാത്തതിനാൽ മരങ്ങളിൽ ഭൂരിഭാഗവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശം കാടുമൂടിക്കിടക്കുന്നതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും ഇവിടം മാറി. പരസ്യമായ മദ്യപാനമടക്കം പതിവായിട്ടും പോലീസോ പ്രാദേശിക ഭരണകൂടമോ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. പരിസ്ഥിതി ദിനത്തിലെങ്കിലും അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാന്തോപ്പ് വൃത്തിയാക്കി സംരക്ഷണ വേലി കെട്ടി പൈതൃക പാർക്കായി പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് ഉയരുന്ന നിർദ്ദേശം. ഗ്രാമപഞ്ചായത്തും സാംസ്കാരിക വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. TCB ന്യൂസ്, ചേലക്കര. പുത്തൻപിടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് അംഗം CL ജോബി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ മുത്തുപിടിക അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് CC ജോസഫ് NSS പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ KK ഫ്രാൻസിസ് ശുചിത്വ പ്രതിജ്ഞ നൽകി.
പ്രിൻസിപ്പൽ സ്മിത പി ജോസ്, കൺവീനർ സിനി സോളമൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊടകര GLPS സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. കെ പ്രസാദ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ നിഷ പി നായർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ പൊന്മിനിശ്ശേരി, GLP സ്കൂൾ പ്രധാന അധ്യാപിക MK ഡെയ്നി തുടങ്ങിയവർ സംസാരിച്ചു. വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഹരിതകർമ്മസേന പ്രവർത്തകരായ അഞ്ജു, ജിഷ എന്നിവരെ ആദരിച്ചു. കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു അരുൺ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി. ഇക്കോ ക്ലബ് അംഗം ശിവഹരി, ഹെഡ്മാസ്റ്റർ സജീവ്, പ്രിൻസിപ്പൽ പത്മജ, LP HM സുസ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രിൻസിപ്പൽ PJ ജോഫി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിജോ ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ്, NCC ഓഫീസർ NV ലിൻഡോ, മദർ PTA പ്രസിഡന്റ് നിഷ മനോജ് എന്നിവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് ഫോർട്ട് NSS സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം വിപുലമായി ആചരിച്ചു. വാർഡ് കൗൺസിലർ സുനിത വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സംഗീത് ക്ലാസ് എടുത്തു. വാർഡിലെ ഹരിതകർമ്മസേനയിലെ സീനിയർ അംഗമായ ശ്രീമതി കമലത്തെ ആദരിച്ചു. പ്രധാന അധ്യാപിക K ഗിരിജ, പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ P സരിത എന്നിവർ നേതൃത്വം നൽകി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. ആളൂർ വൃക്ഷസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി പ്രവർത്തക പ്രൊഫസർ കുസുമം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോൺ കവലക്കാട്ട്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിമ്പ്രം VPM SNDP സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി 100% വിജയം നേടുന്ന സ്കൂളുകളിലെത്തി പ്രധാന അധ്യാപകരെയും ആദരിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് കേന്ദ്രമന്ത്രി സ്കൂളിലെത്തിയത്. ഹെഡ്മാസ്റ്റർ CS ദിലീപ് കുമാർ, പ്രിൻസിപ്പൽ O ബീന, PTA പ്രസിഡന്റ് ജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ദേവാരണ്യം പദ്ധതിയുടെ ഭാഗമായി ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽ കർത്ത ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി P മനോജ്, ജോയിന്റ് സെക്രട്ടറി സജീവ് കീയത്ത്, പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണവും മാലിന്യമുക്ത നഗരവും ലക്ഷ്യമിട്ട് കുന്നംകുളം നഗരസഭ നടപ്പിലാക്കുന്ന നല്ല 4 വർത്തമാനം ക്യാമ്പയിന് തുടക്കമായി.
വടുതല ഗവൺമെന്റ് യു പി സ്കൂളിൽ വൃക്ഷത്തൈ നട്ട് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ഷാജഹാൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ആർഷ ജിജു, മിഷ സെബാസ്റ്റ്യൻ, കൗൺസിലർമാരായ ശ്രീജിത്ത് താവേൻ, രേഷ്മ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷവും ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഉദ്ഘാടനവും നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു നിർവഹിച്ചു. PTA പ്രസിഡന്റ് സിജ ജയരാജൻ അധ്യക്ഷയായി. നാട്ടിക കൃഷി ഓഫീസർ ശുഭ, പഞ്ചായത്ത് അംഗങ്ങളായ KV പവിത്രൻ, സനി രാജു, നിഷ ഉണ്ണികൃഷ്ണൻ, TC അംബിക എന്നിവർ സന്നിഹിതരായിരുന്നു. CPI സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം കോട്ടപ്പുറം C. അച്യുതമേനോൻ പഠനോദ്യാനത്തിൽ പ്ലാവിൻ തൈ നട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കൗൺസിൽ അംഗം TR രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPI അസിസ്റ്റന്റ് ജില്ലാ സെക്രട്ടറി EM സതീശൻ, K. രാജൻ MLA, AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VS പ്രിൻസ്, ഷീല വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ ഡോക്ടർ ആന്റണി തോപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ സാനി സന്ദേശം നൽകി. വാർഡംഗം സുധർമ്മൻ ചിരുകണ്ടത്ത് അധ്യക്ഷനായിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് വ്യാപാരികളുടെ നേതൃത്വത്തിൽ റെയിൻകോട്ടുകൾ നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിങ്ങാലക്കുട യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ തൊഴിലാളികൾക്ക് റെയിൻകോട്ടുകൾ സൗജന്യമായി നൽകിയത്. നഗരസഭാ ചേംബറിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MP ജാക്സന് സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ കോട്ടുകൾ കൈമാറി. ജനറൽ സെക്രട്ടറി ഷൈജോ ജോസ്, ലിഷോൺ ജോസ്, ഡയസ് കാരാത്രക്കാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ കാരമുക്ക് SNGS HSS വിദ്യാലയത്തെ അനുമോദിക്കാനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വിദ്യാലയ അങ്കണത്തിൽ ദേവദാസ് എന്ന പേര് നൽകി വൃക്ഷത്തൈ നട്ടു. സ്കൂൾ പ്രധാന അധ്യാപിക ജയന്തി N. മേനോൻ, PTA പ്രസിഡന്റ് ജോഷി PB, സ്കൂൾ മാനേജർ പ്രദീപ്, സമാജം സെക്രട്ടറി ശശിധരൻ, പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. അന്തിക്കാട് പാന്തോട് മാങ്ങാട്ടുകര റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായി. റോഡിലെ പല ഭാഗങ്ങളും മഴ പെയ്തതോടെ കിടങ്ങ് പോലെയായി. മഴ ശക്തമാകുന്നതോടെ റോഡ് പുഴ പോലെയാകുമെന്നും ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുമെന്നും പരിസരവാസികൾ പറഞ്ഞു. അന്തിക്കാട് മണലൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ഈ റോഡിലൂടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് യാത്ര ചെയ്യുന്നത്. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂൾ വളപ്പിൽ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ട് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ തോമസ് പുത്തൂരിനെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജിയോ റോസ് ആൻഡോ, HM സോജൻ, MPTA പ്രസിഡന്റ് സൗമ്യ എന്നിവർ സംസാരിച്ചു. CPM മുതിർന്ന നേതാവ് നീലാമാക്കിൽ മാധവന്റെ നിര്യാണത്തിൽ പന്നിത്തടത്ത് സർവകക്ഷി അനുശോചനം സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ് അധ്യക്ഷനായി. AC മൊയ്തീൻ MLA അനുസ്മരണം നടത്തി. ഷറഫു പന്നിത്തടം, കരീം പന്നിത്തടം, ജനു വെള്ളറക്കാട്, ജോൺസൺ, KD ബാഹുലയൻ, മീന സാജൻ, ഫ്രാൻസിസ് കൊള്ളന്നൂർ, PS പ്രസാദ്, KM അഷ്റഫ്, CM അബ്ദുൾ നാസർ, T അരവിന്ദാക്ഷൻ, അനില ജോസഫ്, KR സിമി, CH ലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര ടൗണിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ മാവേലി സ്റ്റോറിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. വെള്ളിയാഴ്ച രാവിലെ കട തുറക്കാനെത്തിയ ജീവനക്കാരാണ് മാവേലി സ്റ്റോറിനുള്ളിൽ പാമ്പിനെ ആദ്യം കണ്ടത്. തുടർന്ന് ജീവനക്കാർ ഉടൻ തന്നെ ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണനെയും വാർഡ് മെമ്പറെയും വിവരം അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വട്ടോളി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സജു, വാച്ചർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മാവേലി സ്റ്റോറിലെത്തി മലമ്പാമ്പിനെ പിടികൂടിയത്. ശ്രീകൃഷ്ണന്റെ നൃത്താവിഷ്കാരവുമായി 60 കലാകാരന്മാർ അരങ്ങിലെത്തുന്ന ശ്രീകൃഷ്ണാർപ്പണം ഞായറാഴ്ച ഗുരുവായൂർ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. രാവിലെ 10 മുതൽ 12 വരെയാണ് നൃത്ത സമർപ്പണം. തൃശൂരിലെ നാട്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് നൃത്താവിഷ്കാരം. നൃത്തകലാകാരൻ TP പ്രമോദാണ് ആവിഷ്കാരവും നൃത്ത സംവിധാനവും നിർവഹിക്കുന്നത്. കലാകാരന്മാരായ TP പ്രമോദ്, A ശ്രീനാഥ്, നിത തങ്കച്ചൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPM നേതാവും എടത്തുരുത്തി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന VK കുമാരന്റെ 15ാം ചരമവാർഷികം ആചരിച്ചു. ചന്ദ്രാപിന്നി VK കുമാരൻ സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രഭാഷകൻ K ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. T
ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, AV സതീഷ്, ഷീന വിശ്വൻ, TN അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,275 രൂപ, പവന് 1,14,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കടുത്ത വാദപ്രതിവാദവും ബഹളവും. നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ സ്കൂളിൽ BJP സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷം വിവാദത്തിൽ. കേന്ദ്രമന്ത്രി പങ്കെടുത്ത പരിസ്ഥിതി ദിനാഘോഷ പരിപാടി നിയമവിരുദ്ധമെന്ന് CPM. മലപ്പുറത്ത് വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശികളായ 3 പേർക്ക് ദാരുണാന്ത്യം. പന്നിത്തടം സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. താമരക്കുളം തൊട്ടപ്പുള്ളി ക്ഷേത്രത്തിലെ ശാന്തി മണികണ്ഠനാണ് മരിച്ചത്. കുന്നംകുളത്ത് ഷീറ്റ് മേഞ്ഞ മേൽക്കൂര വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പോർക്കളങ്ങാട് സ്വദേശി നിഷാദാണ് മരിച്ചത്. KCBക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. എരുമപ്പെട്ടിയിൽ ഇലക്ട്രിക് വർക്ക്ഷോപ്പിൽ തീപിടുത്തം, 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനയെ തുരത്തിയത് നാട്ടുകാർ ബഹളം വെച്ചു. ഇതോടെ വാർത്താ വെളിച്ചം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.